ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റിലിരിക്കുമ്പോൾ തൊട്ട് അയൽവക്കക്കാരായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എത്തിഹാദ് ഫ്ലൈറ്റിനെയാണ്. ഇത് അബുദാബി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ എടുത്തത് നമ്മൾ കുറച്ച് ടൈമായതും ഫ്ലൈറ്റ് പൊങ്ങി. അങ്ങനെ പൊങ്ങുന്നതിൻ്റെ മുന്നേ മോള് ഫുള്ള് ബാഗ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വിൻഡോയിലൂടെ ഫുള്ള് ബ്ലാക്ക് കളറാണ്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് പൊങ്ങി കഴിഞ്ഞ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. മോനിക്ക് ചെവി വേദന വരുന്ന കരുതിയിട്ട് നമ്മൾ ഓൾറെഡി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് നൈറ്റ് ആയിരുന്നു നമ്മളെ ട്രാവലിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. സങ്കടം കൊണ്ടാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതും നമ്മൾ ലാൻഡിങ്ങിനുള്ള ടൈമായി. ലൈറ്റ്സൊക്കെ വീണ്ടും ഓൺ ചെയ്തു. ലാൻഡിങ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. റൺവേയിലുള്ള ലൈറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ടൈമിൽ വല്ലാത്തൊരു സിറ്റുവേഷൻസ് ആയിരുന്നു മനസ്സിൽ. അതായത് നമ്മൾ ഓൾറെഡി അവിടുന്ന് പാസ് ചെയ്തു. അബുദാബിയിൽ നിന്ന് പോന്നു, നമ്മളെ നാട്ടിലെത്തി. ഒരുപാട് ദൂരമായി ഞാൻ ഇക്കാൻ്റെ അടുത്തു നിന്ന്, ഞാനും മക്കളും എന്നുള്ള ആ ഒരു വല്ലാത്തൊരു സങ്കടമുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ CCG എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ ലാസ്റ്റാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മക്കളൊക്കെ റെഡിയാക്കി, ഞാനും റെഡിയായി പതിയെയാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബാഗ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടുന്ന് ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലാണ് ബാക്കി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് വന്നതും ഉപ്പയും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സായി നല്ലോണം ഹാപ്പി ആയിരുന്നു. അവൻ്റെ ഫേവറേറ്റ് ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉപ്പ അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഹാപ്പി ആയിട്ടിരുന്ന ആൾ ഭയങ്കര കരച്ചിലായി. മോള് ഇക്കാനെ വിട്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു മൈൻഡിൽ തിരിച്ച് പപ്പൻ്റെ അടുത്തേക്ക് തന്നെ പോകണം, ഇവിടെ ഇഷ്ടമില്ല, എനിക്ക് പപ്പൻ്റെ അടുത്തേക്ക് തന്നെ ഇപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഈ ഷോട്ട്. ബൈ ബൈ.